കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ കരിമ്പനപ്പാലം സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും ലക്ഷദ്വീപിലും അതേപോലെ തന്നെ ഗൾഫ് നാടുകളിലും അങ്ങനെ രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും ജനങ്ങൾ ഈ സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ എത്തിച്ചേരാറുണ്ട്. പ്രധാനപ്പെട്ട് കൂടുതലും പേര് തങ്കച്ചൻ വൈദ്യനെ കാണാനായിട്ടാണ് എല്ലാവരും എത്തുന്നത്. ഇവിടെ ആഴ്ചയിൽ 4 ദിവസത്തോളം ചികിത്സ നടക്കുന്നുണ്ട്. അതിൽ 4 ദിവസം, ബാക്കിയുള്ള 3 ദിവസവും മറ്റുള്ള ഓരോ ചികിത്സയ്ക്കും തലവേദനയ്ക്കും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾക്കെല്ലാമായിട്ടാണ് ചികിത്സ നടക്കുന്നത്. ഈ ഒരു ദിവസം ആഴ്ചയിൽ ബുധനാഴ്ച ദിവസമായിട്ടാണ് തങ്കച്ചൻ വൈദ്യൻ ഇവിടെ എത്തുന്നത്. തങ്കച്ചൻ വൈദ്യൻ കാസർഗോഡ് ബാക്കിയുള്ള ദിവസമെല്ലാം ചികിത്സ നടത്തുന്നുണ്ട്. പക്ഷേ തങ്കച്ചൻ വൈദ്യൻ വടകരയിൽ വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ഈ ഒരു ദിവസമാണ് ജനങ്ങൾ നാനാഭാഗത്തു നിന്നും ഇവിടെ അദ്ദേഹത്തെ കാണാൻ ഇവിടെ തിരക്കാണ്. കൂടുതലും പേര് ഈ അസുഖങ്ങളുടെ ആവശ്യവുമായിട്ട് ആശുപത്രികളിൽ പോയി പലവിധ സർജറികൾ നിർദ്ദേശിക്കുകയും അതേപോലെ തന്നെ നിരവധി തവണ അവസാന ഓരോ ഘട്ടങ്ങൾ, ഓരോ അസുഖത്തിൻ്റെ 2ാം ഘട്ടമെന്നും 3ാം ഘട്ടമെന്നും 4ാം ഘട്ടമെന്നും ഒക്കെ പറഞ്ഞ് അവരെ കീമോ പോലുള്ള ഓരോ മരുന്നുകൾ കീമോ ചെയ്യാനും അതേപോലെ സർജറി നിർദ്ദേശിച്ചൊക്കെ വരുന്ന വലിയ ചിലവ് വരുന്ന ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരുമ്പോഴാണ് അവരുടെ കുടുംബക്കാരും ബന്ധുമിത്രാദികളുമൊക്കെ ആയിട്ട് കൂടി ആലോചിക്കുകയും ഈ വൈദ്യനെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് അവരിവിടെ എത്തപ്പെടുന്നത്. നിരവധി പേർ വർഷങ്ങളായിട്ട് ചികിത്സ നടത്തി അവർക്ക് അതിന് ആശ്വാസം കിട്ടുന്നുണ്ട്. അവർക്ക് നിരവധി പേർക്ക് ഈ വേദന ശമിക്കുകയും ആരോഗ്യത്തോട് ഈ അസുഖം വന്നതിന് ശേഷം ആശുപത്രിയിൽ പോയി ആരോഗ്യം നശിച്ച് കിടക്കുകയും മുന്നോട്ട് പോകാൻ വയ്യാതെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വൈദ്യൻ്റെ അടുത്ത് വരികയും വൈദ്യൻ്റെ സ്വന്തം ഏതാണ്ട് 50 ഏക്കറോളം വരുന്ന ഒരു തോട്ടത്തിൽ ഏതാണ്ട് 7500ഓളം നാട്ടു മരുന്നുകളുണ്ട്. ആ മരുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ 2500ഓളം നാട്ടുമരുന്നുകളിൽ നിന്നും അദ്ദേഹം തന്നെ നട്ടു വളർത്തി അതിൽ നിന്നും ഉണ്ടാക്കുന്ന ആയുർവേദ മരുന്നുകളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ നമ്മുടെ ജനങ്ങൾക്ക് വരുന്ന യാതൊരുവിധ ഇംഗ്ലീഷ് മരുന്നുകളില്ല. നമ്മുടെ പഥ്യം ആഹാരമാണ് മരുന്ന്. എന്ത് കഴിച്ചാലും നമ്മുടെ മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തിലാണ് മരുന്നുള്ളത്. ആ ആഹാരം മരുന്ന് പോലെ കഴിക്കണം. ഏത് ഭക്ഷണം കഴിച്ചാലും വൃത്തിയും ശുദ്ധിയും അതേപോലെ സസ്യാഹാരങ്ങളുമാണ് കൂടുതലും അദ്ദേഹം വൈദ്യൻ നിർദ്ദേശിക്കുന്നത്. ആ നിർദ്ദേശമനുസരണം നിരവധി ജനങ്ങൾ ഈ ഭക്ഷണം തന്നെ അവരുടെ ഭക്ഷണ ശൈലികൾ തന്നെ മാറുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു ആരോഗ്യസ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ആ ആരോഗ്യസ്ഥിതിയോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് നട്ടു വളർത്തിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ വളർത്തിയ ഈ ആയുർവേദ മരുന്നുകൾ കൊണ്ട് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ മരുന്നാണ് ഇവിടെ വരുന്ന ഈ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബോംബെയിൽ നിന്നും കർണാടകയിലുമൊക്കെ ഉള്ളവർ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ ഡൽഹിയിലുമൊക്കെ ഉള്ളവരെല്ലാം കേട്ടറിഞ്ഞ് ഇവിടെ എത്തുകയും അതേ കണക്ക് തന്നെയാണ് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ അറബികളും ഇതിനെക്കുറിച്ച് ഇവിടുത്തെ മലയാളികൾ പോയി ജോലി ചെയ്യുന്ന കമ്പനികളുടെ അവിടെ അറിയപ്പെടുകയും അത്തരത്തിലും ആൾക്കാർ വന്ന് ഈ മരുന്നിന് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോവുകയും ചികിത്സ തേടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ലക്ഷങ്ങൾ ഏതാണ്ട് 70 വയസ്സും 65 വയസ്സും 75 വയസ്സും കഴിഞ്ഞവർക്ക് 10, 15, 25 ലക്ഷം രൂപയാണ് ഓരോ വലിയ മൾട്ടിപ്ലക്സ് ആശുപത്രിയിൽ നിന്നൊക്കെ അവർക്ക് നിർദ്ദേശം തന്നെ. അവർ ഉടനെ തന്നെ അത്തരം ചികിത്സയ്ക്ക് കടങ്ങണം. അല്ലെങ്കിൽ ഭാര്യയോടും അല്ലെങ്കിൽ ഭാര്യയ്ക്കാണ് അസുഖമെങ്കിൽ ഭർത്താവിനോടും അല്ലെങ്കിൽ മക്കൾക്കാണ് അസുഖമെങ്കിൽ അവരുടെ മാതാപിതാക്കളോട് അങ്ങനെ ആരാണോ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെ എല്ലാം ഭയപ്പെടുത്തുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങണം, ലക്ഷക്കണക്കിന് രൂപ ചിലവാകുമെന്ന് പറഞ്ഞ് അവരെ മാനസികമായി തളർത്തുകയും അവരെ കയ്യിൽ അത്രയും പൈസ എടുക്കാൻ പറ്റാതെ എങ്ങനെ ഈ അസുഖം ഭേദമാക്കും എന്നുള്ള രീതിയിലൊക്കെ അവർ വളരെ ബുദ്ധിമുട്ടുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വൈദ്യനെക്കുറിച്ച് അറിയുകയും ഇവിടെ എത്തപ്പെടുകയും ഈ
ഈ തങ്കച്ചൻ വൈദ്യൻ്റെ അടുത്ത് കാലത്തെ മുതൽ വളരെ രാവിലെ തന്നെ ഈ ബുധനാഴ്ച ദിവസം അദ്ദേഹത്തെ കാണുവാൻ വൈകുന്നേരമായാലും അദ്ദേഹത്തിന് തിരിച്ച് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. നാനാഭാഗത്തു നിന്നും നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. യാതൊരുവിധ മായവും ഇല്ല. നമ്മളുടെ അടുത്ത എപ്പിസോഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തോട്ടങ്ങൾ ഈ കൃഷി ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മളെന്ന് പറഞ്ഞാൽ മരുന്നുകൾ ഉണ്ടാക്കുന്ന കൃഷിത്തോട്ടങ്ങളെയൊക്കെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു പ്രവർത്തനം തന്നെയാണ്. ഇതിന് ഔദ്യോഗികകരമായിട്ട് സർട്ടിഫിക്കറ്റുകളോ മറ്റു കാര്യങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും കൊടുത്തില്ലെങ്കിലും പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിൻ്റെ പിതാക്കളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ചികിത്സ ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ഫലം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ വന്ന് ആ വേദനയിൽ നിന്ന് മുക്തം നേടിയും ആ അസുഖത്തിൽ നിന്നും മുക്തി നേടിയൊക്കെ കഴിയുന്ന ഒരു കാഴ്ചയാണ് വടകരയിലെ ഇവിടെ കരിമ്പനപ്പാലം സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു കാഴ്ചയാണ്. ആർക്ക് വന്നാലും അവർക്ക് പാർശ്വഫലങ്ങളില്ലാതെ അവർക്ക് ശരീരത്തിനും അവരുടെ മനസ്സിനും അസുഖങ്ങൾക്കും ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായവും ഭക്ഷണക്രമങ്ങളും ഭക്ഷണ ഭക്തിയും ഇതൊക്കെ കഴിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് ആഹാര രീതി മാറ്റുകയും ഈ മരുന്നുകൾ കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. എന്തായാലും ജനങ്ങൾക്കും അത്തരം അസുഖങ്ങൾക്ക് മനുഷ്യന് വരുന്ന അസുഖങ്ങൾക്കെല്ലാം ഫലപ്രാപ്തി കിട്ടുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് തങ്കച്ചൻ വൈദ്യൻ്റെ ഈ രീതി. എന്തായാലും ഇവിടെ വരുന്ന ആൾക്ക് തന്നെ അവർക്ക് ആ പാർശ്വഫലങ്ങളില്ലാതെ അവർക്ക് ആ അസുഖങ്ങളെല്ലാം മാറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫലപ്രാപ്തമാകുന്ന കാഴ്ചകളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും അത്തരം ഒരു വാർത്തയാണ് നിങ്ങളിൽ എത്തിക്കുന്നത്. എന്തായാലും ഇത് അറിയുന്നവർ, ഇത്തരത്തിൽ അസുഖത്തിൽ ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്തായാലും ഇത്തരം സ്ഥലങ്ങളിൽ എത്തപ്പെട്ടാൽ അവർക്ക് അതിനൊരു പരിഹാരവും അതിന് ഫലവും കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇവിടെ വന്ന് വർഷക്കണക്കിന് ചികിത്സ നേടിവരുകയിൽ നിന്നും അവർ പറഞ്ഞുള്ള അറിവും അറിവുമാണ് നമ്മൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. എന്ത് അസുഖമായിട്ടാണ് ഇവിടെ വന്നത്? ക്യാൻസർ. ആദ്യം ഇത് എവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ക്യാൻസർ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു? എനിക്ക് പനി വിട്ടുമാറാത്ത പനിയായിരുന്നു. ഏതാണ്ട് ഒരു 1.5-2 വർഷമായിട്ട് ഈ പനി വിട്ടുമാറുന്നില്ല. എന്നും പനി. അങ്ങനെ പനി വന്ന് അത് പനി കടുത്തു കഴിഞ്ഞപ്പം എന്നെ പിള്ളേർ പാലക്കാട് EMS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പെരിന്തൽമണ്ണ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഡോക്ടർ, പുള്ളിക്ക് സംശയം തോന്നി. അവിടുത്തെ പനിക്കുള്ള മരുന്ന് ചെയ്തിട്ട് മാറാൻ വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് സംശയം തോന്നി. പുള്ളി ആദ്യം ഇവിടുന്ന് ഒരു മെഷീൻ ഇറക്കി വിട്ടിട്ട് തോണ്ടിയെടുത്ത് ടെസ്റ്റിന് വിട്ടു. ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. അത് പിള്ളേരോട് പറഞ്ഞ് അങ്ങനെയാണ് മലബാർ ക്യാൻസർ സെൻ്റർ വന്നത്. അവിടെ വന്ന് 2-3 പ്രാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് 3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം അന്നേരത്തേക്ക് 3ാമത്തെ പ്രാവശ്യം പറഞ്ഞ് അടുത്ത പ്രാവശ്യം എനിക്ക് ഇതുണ്ടായിരുന്നു, അറ്റാക്ക് വന്നായിരുന്നു നേരത്തെ. അതിൻ്റെ ഒരു പേപ്പർ കൂടി മേടിച്ചുകൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഹീമോയിയ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ് പറ്റിയായിരുന്നു പറഞ്ഞു. പിള്ളേരോട് പറഞ്ഞ് നടക്കിയത കീമോ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അവർ ഡോക്ടർ കീമോ നിർദ്ദേശിച്ചിട്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. അതെ, ഡോക്ടർ കീമോ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റിയായിരുന്നു പറഞ്ഞു പിള്ളേരോട്. അങ്ങനെ പിന്നെ മറ്റൊരു സുഹൃത്ത് മകനോട് പറഞ്ഞു ഇങ്ങനൊരു ആശുപത്രി ഉണ്ടെന്നും. അങ്ങനെ മകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ കഴിഞ്ഞ എത്ര മാസമായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഇപ്പോൾ 1 വർഷം. ഇപ്പോൾ 1 വർഷമായിട്ട് ചികിത്സ നടത്തുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസറിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. മരുന്നുകൾ ആയുർവേദ മരുന്നുകളാണ് കഴിക്കുന്നതല്ല. അപ്പോൾ 1 വർഷമായിട്ട് ഇവിടെ വന്ന് അത് മേടിച്ച് കഴിക്കുന്നുണ്ട്. എല്ലാ മാസവും വരുന്നുണ്ട്. അതിന് എനിക്കത് വിശ്വാസം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വരവിൽ തന്നെ ഇവിടുത്തെ മുത്തശ്ശി എണ്ണ എന്ന് പറഞ്ഞത് എണ്ണ എനിക്ക് തന്നു. അത് വെച്ച് കുളിച്ച് തലേ വെച്ച് കുളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പനി. അതെല്ലാം ഈ വൈദ്യര കൃഷിത്തോട്ടത്തിൽ ഉണ്ടാക്കുന്നതാണോ? അതാണ്. അതെ അതെ, കൃഷിത്തോട്ടം ഏതാണ്ട് 50 ഏക്കറോളം കൃഷിത്തോട്ടം ഉണ്ട്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉൽപ്പാദിപ്പിക്കുന്നതാണെന്നുള്ളതാണ്
അറിവ്. ആ ആ അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ പോയി ഇതിൻ്റെ കൂടെ വാർത്ത വരുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇത് തന്നു, എണ്ണ വെച്ച് കുളിക്കാൻ തുടങ്ങി. കുളിച്ചപ്പോഴത്തേക്ക് പനി നിരുപാധി അങ്ങ് വിട്ടു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വിശ്വാസമായി. അപ്പം മരുന്ന് ഞാൻ കുറച്ചുകൂടി നല്ല രീതി കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരുന്ന എനിക്കിപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വിഷമേ ഇല്ല. ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അമിതമായ ഈ തണുപ്പ് വന്നതോടുകൂടി ചുമയുണ്ട്. പഥ്യമൊക്കെ ഉണ്ടോ ഭക്ഷണത്തിന്? പഥ്യമുണ്ട്. പഥ്യവും ഈ ആയുർവേദ കൃഷിത്തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആയുർവേദ മരുന്നും കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായത്. അതെ. മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് നിരുപാധികം എന്ന് പറഞ്ഞാൽ ഒരു കുറവിൽ തോന്നി. എന്നിട്ട് ഞങ്ങൾ പിള്ളേരുമായിട്ട് ഈ മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുക്കൽ തന്നെ പോയിരുന്നു. പുള്ളി ഇതിൻ്റെ ക്യാൻസറിൻ്റെ ഡോക്ടറല്ല, എങ്കിലും പുള്ളിയുടെ അടുക്കൽ പോയിരുന്നു. അപ്പോൾ ആദ്യം എടുത്ത ക്യാൻസർ ഈ എക്സ്റേയും പിന്നീട് പുള്ളി നിർദ്ദേശിച്ചനുസരിച്ച് ആ എക്സ്റേ കൂടി എടുത്ത് രണ്ടും കൂടി തുല്യമായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തുടങ്ങിയതിൽ നിന്ന് ഒരു പോയിന്റ് പുറകോട്ട് നിൽക്കുന്നു, മുമ്പോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഈ അലോപ്പതി ഡോക്ടർ തന്നെ പറയുവാണ്, ഈ മരുന്ന് തന്നെ കഴിച്ചാൽ മതി, ഇനി വേറെ മരുന്ന് കഴിക്കണ്ട. അവിടുത്തെ ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും കൂടാണ് ഇവിടുത്തെ ചികിത്സ ഫലപ്രദമാകുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ ഡോക്ടർ തന്നെ പറഞ്ഞ് കഴിക്കുന്ന മരുന്ന് തന്നെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആശ്വാസമുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഈ അവിടുന്ന് അട്ടപ്പാടിയിൽ നിന്ന് ഇവിടെ വടകര വന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഞങ്ങളുടെ എത്രയും പെട്ടെന്ന് ബാക്കി അസുഖം ചികിത്സയ്ക്ക് സുഖമാകട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. എത്ര വർഷമായിട്ട് വരുന്നുണ്ട് വൈദ്യരെ കാണാനായിട്ട്? ഇപ്പോൾ 6 മാസമായി ചികിത്സ തുടങ്ങിയിട്ട്. നേരത്തെ ഏത് ഹോസ്പിറ്റലായിരുന്നു ചികിത്സിച്ചത്? ലിസി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എറണാകുളത്ത് നിന്നാണോ ഇപ്പോൾ ഈ കോഴിക്കോട് വടകര വരുന്നത്? അതെ. ശരി. അവിടെ ചികിത്സിച്ചപ്പോൾ സമയത്ത് ചികിത്സ മരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവർ അവസാനം പറഞ്ഞത്? അവരുടെ ചികിത്സ പ്രകാരം ഇനി ഒരു ഓപ്പൺ സർജറി ഒരു 5-10 ലക്ഷം രൂപ മുടക്കേണ്ടവരും അത് ചെയ്താൽ തന്നെ 10 ലക്ഷം രൂപ ചിലവാക്കി ഒരു സർജറി ചെയ്തെങ്കിൽ മാത്രമേ ഭേദപ്പെടൂ എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അവർ പറഞ്ഞു. അതിനകത്തും നമുക്ക് പൂർണ്ണമായിട്ട് ഇത് ആരോഗ്യവാനായിട്ട് ഇതാണ് എണീറ്റ് നടക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പില്ല. എല്ലാവരോടും പലരോടായിട്ട് അങ്ങനെ പിന്നെ ബന്ധുമിത്രാദികളോടൊക്കെ സംസാരിച്ചു ഇങ്ങനെയുള്ള ഈ കാര്യത്തെക്കുറിച്ച്? ഇത് സംസാരിച്ചു. അപ്പം അങ്ങനെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളൊക്കെയാണ് ഇങ്ങനെ ഈ വടകരയിലുള്ള ഈ വൈദ്യനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ അവർ വഴിയാണ് ഇങ്ങനെ ഒരു വൈദ്യനുണ്ട് അവിടെ ചെന്നാലും. ആദ്യം ഞങ്ങൾ നേരിട്ട് വൈദ്യനായിട്ട് സംസാരിക്കുകയും പുള്ളിക്കാരൻ മരുന്ന് എഴുതി തരികയും അത് കഴിച്ച് 1 മാസം ആകുമ്പോഴത്തേക്കും. പഥ്യമൊക്കെ ഉണ്ടോ? പഥ്യം കുറച്ച് പഥ്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വെജിറ്റേറിയനുമാണ്, അത് കാരണം വലിയ കുഴപ്പമില്ല. ശരി. അപ്പോൾ ആ പഥ്യവും ഈ മരുന്നുകളും കഴിച്ചപ്പോൾ തന്നെ ഇപ്പോൾ പഴയ ആരോഗ്യത്തോടു കൂടി ഇപ്പോൾ കഴിയാൻ കഴിയുന്നുണ്ട് ഈ പ്രായത്തിൽ? പഴയ ആരോഗ്യത്തിലോട്ട് വന്ന്. ഇപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എനിക്ക് 73 ആയി. 73 വയസ്സ് കഴിഞ്ഞാൽ ഇനിയിപ്പം വലിയ പൈസ ചിലവാക്കി ഇത്രയും ഒരു സർജറിക്ക് ഉണ്ടാകുന്നുള്ളത് ബന്ധുമിത്രാദികളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതെ, കൂട്ടായ്മയുടെ തീരുമാനത്തിൽ പറഞ്ഞ് അതിലോട്ട് ആരും റെക്കമെൻഡ് ചെയ്യണില്ല. ഇത്രയും പ്രായമുള്ള ആൾ അങ്ങനെ ഒരു ഓപ്പറേഷനിലോട്ട് പോകണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 10 മണി പിന്നെ മാസത്തിൽ എത്ര പ്രാവശ്യം വരേണ്ടി വരും ഇവിടെ? ഇപ്പോൾ ഇടയ്ക്ക് ഇവിടുന്ന് പാർസലായിട്ട് അയച്ചു തരാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വന്ന് തീരെ കാണേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണും. അല്ലെങ്കിൽ പേരും നമ്മുടെ ഈ തുണ്ട് വീഡിയോ കോളിൽ സംസാരിച്ച് രോഗവിവരങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ട മരുന്നുകൾ അയച്ചു തരും. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈദ്യൻ പറയണ അനുസരിച്ച് എല്ലാം അത് പഥ്യത്തിലും കഴിക്കേണ്ട മരുന്നുകൾ അതോടുകൂടിയും പിന്നെ നമ്മളെ കൂടെ നിൽക്കുന്നവരുടെ ഒരു സ്നേഹം അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ പരിഗണന, നമ്മളെ ബന്ധുമിത്രാദികൾ ആരാണോ, ഭാര്യയാണോ, മക്കളാണോ, ആരാണോ കൂടെ ഉള്ളവർ നമ്മളെ പരിഗണിക്കുന്നത് ഈ മരുന്നിനെ പോലെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതെ, അവർ ഒരു ചേർത്ത് പിടിച്ച് ഒരു സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും എല്ലാം ആകുമ്പോൾ ഇതിന് കൂടുതൽ എളുപ്പമാണ് മരുന്നിന്. നമ്മൾ അപ്പം പിന്നെ ഈ പെഗറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുത തോട്ടത്തിൽ തന്നെ 50 ഏക്കറോളം ഏക്കറിൽ ഏതാണ്ട് 7000-ഓളം മരുന്നുകളാണ് വൈദ്യർ ഉൽപ്പാദിപ്പിക്കുന്നത്. 7000-ഓളത്തിൽ 1500-2000-ഓളം മരുന്ന്, അതിൽ നിന്നാണ് ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം കഴിവതും ഭക്ഷണമാണ് നമ്മൾ പ്രാധാന്യമായിട്ട് കാണേണ്ടത്. ഭക്ഷണം
ആണ് ഈ മരുന്ന് പോലെ കഴിക്കേണ്ടത് അല്ലേ? അതില്ല ഭക്ഷണം മരുന്ന് അതാത് ടൈമിൽ കഴിക്കുകയും അതിൻ്റെ സീരിയസ് അനുസരിച്ച് അത് കഴിക്കുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ. എന്താ പേര്? എൻ്റെ പേര് ആഷ്ലി. ആഷ്ലി, വൈദ്യരെ കാണാൻ ആർക്ക് വേണ്ടി വന്നേ? ഞാൻ ഹസ്ബൻഡിൻ്റെ അച്ഛന് വേണ്ടിയാണ് വന്നത്. അച്ഛന് എത്ര നാളായിട്ട് അസുഖമുണ്ട്? ആൾക്ക് ഓഗസ്റ്റിലാണ് കൺഫേം ചെയ്തത്. സെപ്റ്റംബറിലാണ് നമ്മൾ വന്ന് വൈദ്യനെ കാണുന്നത്. ഒരു ഫസ്റ്റ് കീമോ മാത്രമാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഫസ്റ്റ് കീമോയ്ക്ക് ശേഷം ഏത് ഹോസ്പിറ്റലിലായിട്ടാണ് കൺഫേം ചെയ്തത്? കൺഫേം ചെയ്തത് അമലയിൽ വെച്ചിട്ടാണ് നമ്മൾ കൺഫേം ചെയ്തത്. നമ്മൾ കീമോ ചെയ്തത് എറണാകുളം ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്, ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പിന്നീട് ഈ വൈദ്യരെ കുറിച്ച് എങ്ങനെ അറിയുന്നത് നമ്മൾ? വൈദ്യനെ കുറിച്ച് അറിയേണ്ടത് ഞങ്ങളുടെ അവിടെ അടുത്ത് ഒരു ചേട്ടൻ വൈദ്യന്റെ പേഷ്യന്റ് ആവുന്നു. ആളൊരു 6 കൊല്ലമായിട്ട് വൈദ്യനെ കാണുന്നതാണ്. അപ്പൊ ആള് വഴിയാണ് വൈദ്യനെ കുറിച്ച് അറിയുന്നത്. അതിനുശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ അച്ഛന്? ആൾക്ക് കീമോ ചെയ്തപ്പം ആരോഗ്യം ഭയങ്കര മോശമായിരുന്നു. വൈദ്യനെ കണ്ടതിന് ശേഷം ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ മാസവും വന്ന് ഇവിടുന്ന് മെഡിസിൻ എടുക്കൂ? എല്ലാ മാസം വന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പം വല്ല മൊബൈലിൽ കൂടെ നമുക്ക് നേരിട്ട് കണ്ടൊക്കെ അഥവാ എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാറുണ്ടോ? നമുക്ക് ഇപ്പം ഞങ്ങള് എല്ലാ മാസവും വന്ന് വൈദ്യനെ നേരിട്ട് കണ്ടിട്ടാണ് മെഡിസിൻ കളക്ട് ചെയ്യുന്നത്. അല്ല, അച്ഛനെ കാണണമെന്നാണ് പറഞ്ഞത്? ഇല്ല, അച്ഛന് ഇപ്പം 3 തവണ മാത്രമാണ് വൈദ്യനെ വന്ന് നേരിട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസവും ഞാനും ഹസ്ബൻഡും കൂടെ വന്നിട്ടാണ് മരുന്ന് കളക്ട് ചെയ്യണത്. എല്ലാം ആയുർവേദ മരുന്നുകൾ തന്നെ? എല്ലാം ആയുർവേദം തന്നെ. അപ്പോൾ പഥ്യമൊക്കെ ഉണ്ടോ? പഥ്യം എന്ന് പറയാനായിട്ട് അച്ഛന് പാല്, പഞ്ചസാര, പിന്നെ മീനുകൾ, അയില, ഞണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് ഒഴിവാക്കാൻ. അവര് ഈ കീമോയ്ക്ക് മുമ്പ് സർജറി വല്ലതും പറഞ്ഞായിരുന്നു അവിടെ? ഇല്ല, നമുക്ക് കീമോ മാത്രമാണ് ഓപ്ഷൻ പറഞ്ഞിരുന്നത്. കീമോ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയേഷൻ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നിപ്പോൾ നമുക്ക് ഇവിടുത്തെ മരുന്ന് കൊണ്ട് ബെറ്റർ ആയിട്ട് ആരോഗ്യം നിൽക്കുന്നുണ്ട്? ബെറ്റർ ആയിട്ട് ആരോഗ്യം നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.